ദേശീയപാത ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ ദുരിതം പേറി തളിപ്പറമ്പ് മാന്തംകുണ്ട് നിവാസികൾ ചെളിയും പൊടിയും നിറയുന്നതോടൊപ്പം പ്രദേശത്തെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര വരെ ദുസ്സഹമായിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിലധികമായി മാന്തംകുണ്ട്, പാളയാട്, പുളിമ്പറമ്പ്, പാലമുത്തപ്പൻ ക്ഷേത്രം വരെയുള്ള ഭാഗത്തുള്ളവർ ദുരിതമനുഭവിക്കുകയാണ്. ദേശീയപാത ബൈപ്പാസ് പ്രവൃത്തിയുടെ ഭാഗമായി പ്രദേശത്തെ റോഡുകൾ താറുമാറായിരിക്കുകയാണ്. കീഴാറ്റൂർ GLP സ്കൂളിലേക്ക് പോകുന്ന റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു. ഇരുചക്ര വാഹനങ്ങളും കാൽനടയാത്രക്കാരും തെന്നി വീഴുന്നത് പതിവാണ്. ഭാരവാഹനങ്ങൾ കടന്നുപോകുമ്പോൾ സ്ഥലത്തെ ജപ്പാൻ കുടിവെള്ള പൈപ്പ് അടിക്കടി പൊട്ടുന്ന അവസ്ഥയുമുണ്ട്. ഇതോടെ മാന്തംകുണ്ട് ജംഗ്ഷനിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. മഴക്കാലത്ത് പുളിമ്പറമ്പിൽ നിന്നും മാന്തംകുണ്ട് ഭാഗത്തേക്കും മാന്തംകുണ്ട് അമ്പലം ഭാഗത്തു നിന്ന് ജംഗ്ഷനിലേക്കും ഒഴുകി വരുന്ന മഴവെള്ളം ജംഗ്ഷനിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് ഏറെ ദുരിതമാണ് നാട്ടുകാർ അനുഭവിച്ചത്. വീണ്ടും മഴക്കാലം എത്തുന്നതോടെ ഏറെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇപ്പോൾ നമ്മളിവിടെ ജംഗ്ഷനിലൊരു തോടുണ്ടായിരുന്നു, പണ്ടേലിൻ്റെ തോടാണ്. അത് അമ്പലത്തിൽ വെള്ളം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ മാന്തംകുണ്ട് പ്രദേശത്തിൽ കുന്നുമെന്ന് വരുന്ന വെള്ളം, അതുപോലെ ഈ പുളിമ്പറമ്പ് റോഡിൻ്റെ കുന്നുമെന്ന് വരുന്ന വെള്ളം, പാളയാട് മേലെ ഉള്ള വെള്ളം എല്ലാം വരുന്ന ഈ തോട്ടിലേക്കാണ്. ആ തോട് ഒഴുകിയിട്ട് GLP സ്കൂളിൻ്റെ അവിടെയുള്ള തോടുമായിട്ട് സന്ധിച്ചിട്ടാണ് പോലെ. പക്ഷേ ഇപ്പോൾ ആ തോട് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മൂടിക്കൊണ്ട് ആ തോടിൽ മൂടിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെ ചളി വെള്ളം മഴക്കാലം വന്നാൽ ദുരിതം അനുഭവിക്കുന്ന രീതിയിലേക്കാണ് ഇതിലേ പോകുന്ന സകലവിധം ജനങ്ങളും. ഇപ്രാവശ്യം മഴ വരാൻ വേണ്ടി പോകുന്നു. ഒരു വർഷമായിട്ടും ഒരു പരിപാടിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനം അവരെ നടത്തിയില്ല. സാധാരണ ജനങ്ങൾക്ക് സ്വന്തം വീട് ഉപേക്ഷിച്ച് പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് ഇതിൽ ഇടപെടുന്നില്ല, അതുപോലെ മുനിസിപ്പാലിറ്റി ഇടപെടുന്നില്ല. കാരണം ഇവർക്കെല്ലാം ഇടപെടാൻ വേണ്ടി സാധിക്കും, പക്ഷേ അവർ ആ രീതിയിലേക്കുള്ള ഇടപെടുക, അത് ഹൈവേയുടെ സ്ഥലമല്ലേ എന്നാണ് പറയുന്നത്. പ്രശ്നപരിഹാരമായി ഇവിടെ ഡ്രെയിനേജ് നിർമ്മിക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട നഗരസഭ, ദേശീയപാത അതോറിറ്റി എന്നിവർക്ക് പരാതി നൽകിയിട്ടും അധികാരികൾ ജനങ്ങളുടെ പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. നഗരത്തിൽ നിന്നുള്ള റോഡിലെ പാളയാട് പാലം നിലവിൽ പൊളിച്ച് പ്രവൃത്തി നടന്നുവരുന്നതിനാൽ മാന്തംകുണ്ട് ഭാഗത്തെ യാത്രക്കാർ പഴയ ഹരിഹർ ടാക്കീസ് വഴിയോ കീഴാറ്റൂർ വഴിയോ മാന്തംകുണ്ടിൽ എത്തിച്ചേരേണ്ട അവസ്ഥയാണ്. നിലവിലെ പ്രശ്നങ്ങൾക്ക് അധികാരികൾ എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.